ഇരുട്ട് തളം കെട്ടിക്കിടക്കുന്ന മുറികളിൽ ശക്തി പ്രാപിക്കുന്ന ഇവർ പതിയെ പതിയെ മനുഷ്യ മനസ്സുകളിൽ ഭീതിയുടെ വിത്തുകൾ പാകി മാനസികമായി അവരെ കീഴ്പ്പെടുത്തുന്നു. അവരാണ് മെറേക്കകൾ. കാണാം ഒരിടത്തൊരിടത്ത്. ഇവരെ നാം ഭയക്കണം. അവരാണ് മെറേക്കകൾ. ഇരുട്ടിന്റെ മറവിൽ മനുഷ്യനെ ഭയത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടുന്ന ചില ദുഷ്ടാത്മാക്കൾ. ഇത് കേട്ടാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നുമെങ്കിലും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ നിങ്ങൾക്കും മനസ്സിലാകും. ഇരുട്ടിനെ മറയാക്കി മനുഷ്യർക്ക് ചുറ്റും ഭയത്തിന്റെ പാളികൾ നെയ്യുന്നവർ ഒരു കൂട്ടം ദുഷ്ടാത്മാക്കൾ. അവരാണ് മെറേക്ക. മോക്ഷം കിട്ടാതെ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾ എന്നാണ് ഇവരെ പൊതുവെ പറയാറ്. ഭൂമിയിൽ നിന്നും മേഘപാളികൾക്കപ്പുറത്തേക്ക് കയറി പോകാത്തവർ, അല്ലെങ്കിൽ മറ്റ് ചില മനുഷ്യരാൽ ആഭിചാര കർമ്മങ്ങൾ വഴി ഭൂമിയിൽ ഇന്നും നിലയുറപ്പിച്ച ചില ദുഷ്ടാത്മാക്കൾ. ഇവർ നമ്മുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വർഷങ്ങളായി അടച്ചിട്ട വീടുകൾ, കെട്ടിടങ്ങൾ, കാട് മൂടിയ പറമ്പുകൾ, ഇവിടെയൊക്കെയാണ് ഇവരുടെ ഇഷ്ടകേന്ദ്രം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ ഉപദ്രവകാരികളല്ല എന്നാണ് വിശ്വാസം. സൂര്യൻ അസ്തമിച്ചാൽ ഇവർ ശക്തി ആർജിക്കും. ഇരുട്ട് തളം കെട്ടിക്കിടക്കുന്ന മുറികളിൽ ഇവർ ഊർജ്ജസ്വലരാകും. എന്നാൽ മെറേക്കകൾക്ക് മനുഷ്യനെ ആക്രമിക്കാനുള്ള ശക്തിയൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവരുടെ നീക്കങ്ങൾ നിങ്ങൾക്കും മനസ്സിലാക്കാം. ഇരുട്ടുള്ള മുറികളിൽ എല്ലാം ശാന്തമായ അന്തരീക്ഷത്തിൽ ഇവർ പതിയെ പണി തുടങ്ങും. മുറിക്കുള്ളിൽ എവിടെയെങ്കിലും ശാന്തമായിരിക്കുന്ന നിശാശലഭങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് ചെറു ജീവികളെയോ ഇവർ ശല്യം ചെയ്യാൻ തുടങ്ങും. ഈ പ്രാണികൾ ഉടനെ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് പറക്കും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൽ അസ്വസ്ഥരായി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യർ ഉണർന്നെഴുന്നേക്കും. ഉടൻ തന്നെ ഇവർ ചില ചെറിയ ശബ്ദങ്ങൾ ആ മുറിയിൽ അല്ലെങ്കിൽ ആ പരിസരത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് ചിലപ്പോൾ അവിടെ തറയിൽ കിടക്കുന്ന ഒരു കഷ്ണം പേപ്പർ അനക്കിക്കൊണ്ടായിരിക്കും. ഇതിലെല്ലാം മനുഷ്യ മനസ്സ് അസ്വസ്ഥമാകും. ഇങ്ങനെ ഈ വക പ്രവൃത്തികൾ അവർ തുടർന്നുകൊണ്ടേയിരിക്കും. ജനൽപ്പാളികളിൽ ചിലപ്പോൾ കാറ്റ് വീശി അടിക്കുന്നുണ്ടാവാം. ഈ കാറ്റിൻ്റെ ശക്തി കൂട്ടാൻ ഇവർക്ക് കഴിയും. ജനലിൽ തൂക്കിയിരിക്കുന്ന കർട്ടനുകളിലേക്ക് ഇവർ കാറ്റിൻ്റെ ഗതി തിരിക്കും. ഉദ്ദേശം ഒന്നു മാത്രം: മനുഷ്യനെ ശല്യം ചെയ്യുക, അവനെ അവിടെ നിന്നും ഓടിക്കുക. മറ്റു വസ്തുക്കളിൽ പ്രത്യേക രീതിയിൽ പല ചലനങ്ങളും ഉണ്ടാക്കി അതിൽ നിന്നുമുള്ള ശബ്ദത്തിൽ ആളുകളെ കീഴ്പ്പെടുത്തുക. എന്നാൽ ഇവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് വീടുകളിൽ പ്രാർത്ഥനകളും പൂജകളുമെല്ലാം നടത്തുന്നത്. വർഷങ്ങളായി ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ചില കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ കുമ്പളങ്ങ അല്ലെങ്കിൽ കറയുള്ള ചില ചെടിയുടെ കമ്പുകൾ തൂക്കിയിടാറുണ്ട്. ഇതെല്ലാം മെറേക്ക എന്ന ശക്തികളെ അകറ്റാനുള്ള വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. അമാവാസി നാളുകളിൽ ഇവർ കൂടുതൽ ശക്തി ആർജിക്കുമെന്നാണ് വിശ്വാസം. എന്താ, ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കാം. അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു ബിൽഡിങ്ങിൽ ഒരു ദിവസം ഒറ്റയ്ക്കൊന്ന് ചിലവഴിച്ച് നോക്കാം. അറിയാം മെറേക്കകളുടെ ആ ശക്തി പ്രവാഹം.